നമസ്കാരം. ഒരു യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വാർത്തയാണ് നോക്കാൻ പോകുന്നത്. യൂനിസ് ഇൻവൈറ്റ്സ് ചൈന ടു ബിൽഡേഴ്സ് ഇൻ ബംഗ്ലാദേശ്. എന്തായാലും ഈ സംഭവം അവിടെ നിൽക്കട്ടെ. നമുക്ക് ചൈനയിലേക്ക് തന്നെ പോകാം. ഇപ്പം യൂനിസ് ചൈനയിൽ പോയി എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമുക്കൊരു പണി വരാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. പണി തരുന്നതാകട്ടെ ചൈന. ചൈനയിലൂടെ ഒഴുകി വന്ന, ഇന്ത്യയിലൂടെ കടന്നു വന്ന, ഒടുവിൽ ബംഗ്ലാദേശിൽ അവസാനിക്കുന്ന ഒരു പുഴയാണ്. ആ പുഴക്ക് ചൈനക്കാർ ബോങ്ന്നോ മറ്റോ പറയുന്നതായിരിക്കും. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അത് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നു. ഇതിന് കുറുകെ വലിയൊരു അണക്കെട്ടിൻ്റെ പരിപാടി കുറേ ആയിട്ട് ചൈന തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഹ്മപുത്ര നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നന്നായിട്ടൊരു അണക്കെട്ട് നമ്മളുടൻ പണിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ യൂനിസ് എന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, ഈ പുഴ ഞങ്ങളുടെ രാജ്യത്തെത്തുമ്പോൾ അവിടെ നിങ്ങൾക്കുള്ള എല്ലാവിധ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് പകുത്തു നൽകാം എന്നാണ്. ഇവിടെ ബംഗ്ലാദേശിലിപ്പോൾ ഷെയ്ഖ് ഹസീന ഇല്ല. ഇത് നല്ലൊരു ചാൻസാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിലുള്ള ഒരു തുറമുഖം ചിറ്റഗോങ് ചൈനയുടെ കയ്യിലാണ്. ചിറ്റഗോങ്. പിന്നെ മറ്റൊരു തുറമുഖമുള്ളതാണ് മംഗള തുറമുഖം. ഈ തുറമുഖം നമുക്ക് തന്നതാണ് ആര്? ഷെയ്ഖ് ഹസീനുള്ള സമയത്ത് നമ്മളുമായി കരാറുള്ളതാണ്. പക്ഷേ ഈ തുറമുഖം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇവിടെ എന്ത് വികസനം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള അധികാരം കൂടി യൂനിസ് എന്നിട്ട് ചൈനൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞുകൊണ്ട് ഒരു വൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിൽ നടത്താൻ ബംഗ്ലാദേശിൽ നടത്താൻ ചൈന തീരുമാനിച്ചിരിക്കുക. ഈ ചൈന എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തൽ ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു ചിറ്റഗോങ് തുറമുഖം ചൈനയുടെ കയ്യിലാണെന്ന്. പക്ഷേ ഈ രാജ്യത്ത് മാത്രമൊന്നുമല്ല ചൈന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ചൈന പോയിട്ട് ഇവിടെ എന്താ പറയുക, ബലൂചിസ്ഥാനിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്ന് നടത്തി നോക്കി. പക്ഷേ യാതൊരു കാര്യവുമില്ല. അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല അവന്മാർ. ചൈനക്കാർ ചെല്ലുമ്പോൾ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്നു. ഈ ബലൂചിസ്ഥാനികളാകട്ടെ അവിടെ ബലൂച്ചിയൻ ലിബറൽ ആർമിയാണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഇന്ത്യയാണെന്നാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ചൈനയും കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യക്കാരാണ് ഇവർക്ക് ഈ കണ്ട ആയുധങ്ങൾ മുഴുവൻ കൊടുക്കുന്നത്. വല്ലാത്ത കഷ്ടം. ഈ ബലൂചിസ്ഥാനികൾ ഇപ്പോഴും ഈ പാവപ്പെട്ട ആളുകളാണ്. പക്ഷെ അവർ പാവപ്പെട്ടവരല്ല. അവിടെ ഭയങ്കരപ്പെട്ടൊരു സ്വർണ്ണഖനിയുണ്ട്. ആ ഖനിയിൽ സൗദി അറേബ്യക്ക് കണ്ണുണ്ട്, ഇംഗ്ലീഷ് കമ്പനിക്കാർക്ക് കണ്ണുണ്ട്. ഇത് എടുക്കാനുള്ള അധികാരം പാകിസ്ഥാനുമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന രണ്ട് രാജ്യങ്ങൾ 25% 50% പാകിസ്ഥാനും എടുക്കുക, അല്ലെങ്കിൽ ഈ 50% പുറത്തുനിന്ന് വരുന്ന രണ്ട് കമ്പനികളും 25% പാകിസ്ഥാനും 25% ബലൂചിസ്ഥാനികളും എടുക്കുക എന്ന് പറഞ്ഞിട്ട് 100% സ്വർണം കുഴിച്ചെടുക്കാൻ നോക്കിയിട്ട് സംഭവിച്ചിട്ടില്ല. ബലൂചിസ്ഥാനികൾ എല്ലാവരും അടിച്ചോടിക്കുക. അവിടെ കിടന്നൊന്ന് കറങ്ങി നോക്കി ചൈന.
അവിടുന്ന് വേണ്ടി കിട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് മിണ്ടാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ യൂനിസ് ക്ഷണിച്ച് വരുത്തുന്നത്. ഈ യൂണിസ് ക്ഷണിച്ച് വരുത്തുമ്പോൾ നമുക്ക് അവരെ ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇത് ചൈനക്ക് നല്ലൊരു ചാൻസായിട്ടാണ് ചൈന കരുതുന്നത്. പക്ഷെ എന്താണ് ഉദ്ദേശിച്ചാൽ ഇവിടെ ഒരു എയർ ബേസ് പണിയുന്നു ആര്? ചൈന. ഈ എയർ ബേസ് പണിയുന്ന പണിയിൽ ചൈന മാത്രമൊന്നുമല്ല മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇറാന് നേരെ ഈ 10 സ്ഥലത്തു നിന്ന് എയർബേസ് അമേരിക്ക സ്വയമായി പണിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് 10 സ്ഥലത്തു നിന്ന് ഒരേ സമയം ഇറാൻ അടിക്കാൻ സാധിക്കും. എന്തായാലും വിഷയം ഇപ്പോൾ അതൊന്നുമല്ല, നമ്മളിപ്പോൾ നമ്മുടെ വിഷയമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എയർബേസ് സ്ഥാപിക്കുക ചൈന വന്നിട്ട് സ്ഥാപിച്ചോളാൻ പറയും യൂനിസ്. ഈ യൂനിസ് ആകട്ടെ പാകിസ്ഥാൻ്റെ അഭ്യുദയകാംക്ഷയായിട്ട് വന്ന പുതിയ സഹമന്ത്രിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനെ തല്ലി ഓടിച്ചിട്ട് ഹസീന മോഡിയുമായിട്ട് അഭയം പ്രാപിച്ച മോഡിയുടെ അടുത്ത് ഇപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആകെ ഒരു പിടി പട്ടാളത്തിൽ മാത്രമേ ഉള്ളൂ. ആ പട്ടാളക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവിടെയുള്ള പട്ടാളം വീണ്ടും യൂനിസിനൊക്കെ അവിടുന്ന് അടിച്ചു മണ്ടിച്ചെന്ന് വരും. അതായത് 2 ഗ്രൂപ്പുണ്ട് അവിടെ പട്ടാളം. ഒന്ന് ഷെയ്ഖ് ഹസീനയുമായി നിൽക്കുന്ന ഗ്രൂപ്പുമുണ്ട്, രണ്ടാമത് പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ അവരുമായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുമുണ്ട്. എന്തായാലും ശരി, ഇവിടെ ഒരു എയർബേസ് പണിയുക, 2 തുറമുഖങ്ങളും തങ്ങൾ തന്നെ നിയന്ത്രിക്കുക, അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്തിട്ട് ചൈന അവിടെ വന്നു കൂടുന്നതിൻ്റെ ഒരു ദുരുദ്ദേശം പതിയിരിക്കുന്നു. അത് ബിസിനസ് പരമായിട്ട് ഇന്ത്യയെ തളർത്തുക എന്നത് തന്നെയാണ്. പിന്നെ ഞാൻ മേൽപ്പറഞ്ഞ പുഴയുടെ അറ്റത്ത്, അതായത് അവരുടെ രാജ്യത്തു നിന്ന് വരുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ആ ദിവ്യജലം, അതായത് ബ്രഹ്മപുത്രക്ക് വിപരീതമായിക്കൊണ്ട് ഭയങ്കരപ്പെട്ട അണക്കെട്ടിയിട്ട് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഒരു യുദ്ധം ഇന്ത്യയുമായി ഉണ്ടാവുകയാണെങ്കിൽ അത് പൊടുന്നതിനെ തുറന്നു വിട്ട് ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കാമെന്നുള്ള കുബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഏറ്റവും വലിയ അണക്കെട്ട് അവിടെ നിർമ്മിക്കുന്നതെന്ന് ഇതിനോടകം നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് സമാനമായിട്ട് തന്നെയാണ് നമ്മൾ ഒരു വലിയ അണക്കെട്ട് ഇവിടെ താഴെ നിർമ്മിക്കുന്നത് എന്ന് മോഡിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, ഇതിന് മുമ്പ് യൂനിസ് മോഡിയുമായിട്ട് 2 ചാക്ക് ഗോതമ്പ് തരുമോ, കുറച്ച് ഉരുളൻകിഴങ്ങ് തരുമോ, അല്ലെങ്കിൽ കുറച്ച് അരിസാധനങ്ങളൊക്കെ വില കുറച്ച് തരണം എന്നൊക്കെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ത്യ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. കൊടുക്കൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും കൂടി അങ്ങോട്ട് കിടന്ന് കറങ്ങട്ടെ എന്നാണ് ഇന്ത്യ തീരുമാനിച്ചത്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിക്കക്കള്ളില്ല എന്ന് തോന്നിയപ്പോഴാണ് ചൈനയെ സമീപിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് ഈ ഓഫർ വല്ലാതെ ബോധിച്ചിരിക്കുക. കാരണം ഇവിടെ ഒരു എയർബേസ് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ താഴ്വാരത്തിൽ നിന്നിട്ട് തന്നെ ഇന്ത്യൻ ആർമിയെ അടിച്ചൊതുക്കാൻ സാധിക്കുമെന്ന് ചൈന വിചാരിക്കുന്നുണ്ട് തോന്നുന്നു. എന്തായാലും ശരി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. യൂനിസ് പോയിട്ട് ചൈനയെ കൂട്ടുപിടിച്ചതിൽ അതിശയപ്പെടാനൊന്നുമില്ല. പണ്ടും ചൈന പാകിസ്ഥാനും ഒന്നിച്ച് തന്നെയാണ് നിന്നത്. ധനപരമായും അതുപോലെ തന്നെ ചിന്താപരമായും അവരൊന്നിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചൈന എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് വലിയ ഗുണമുള്ള സാധനമൊന്നുമല്ല എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓരോ രാജ്യവും ഒരിക്കലും തന്നെ ഫുള്ളായിട്ടുള്ള ഗുണം എന്ന് പറയാൻ ജിയോ പൊളിറ്റിക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ചൈന ഇന്ത്യയുമായി മറ്റു വേണ്ടപ്പെട്ട വേറെ കരാറുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ, കാറ് കമ്പനിയുമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ തന്നെ നമുക്ക് അമേരിക്ക കൂടുതൽ നികുതി ചുമത്തുമെന്നൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിരുന്നു. അതിൽ നമുക്ക് വളരെ കുറഞ്ഞ നികുതിയെ ചുമത്തിയിട്ടുള്ളൂ ചൈനയേക്കാൾ, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം അമേരിക്കയിലേക്ക്. കാരണം
ഈ ചൈനയുടെ ഒരു പ്രൊഡക്റ്റ് അവിടെ വിറ്റ് വരുന്നത് 125 രൂപയ്ക്കാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു 105 രൂപയ്ക്ക് കൊടുത്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോഴും ചൈനയുടെ പ്രൊഡക്റ്റിനാണ് കൂടുതൽ വില വരുന്നത്. അതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയുക, ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിനും വൻ തീരുവ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും മറ്റ് ഇംഗ്ലീഷ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ നല്ല തീരുവ ചുമത്തിയിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ നമ്മൾ പറയുമ്പോൾ ഈ നമുക്ക് തന്നെയാണ് കൂടുതൽ ഗുണമായിട്ട് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അത് ട്രംപ് എന്തായാലും നമ്മെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് കുറച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാനിക്കും വലിയ താല്പര്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ന്യൂസ്. അപ്പോൾ യൂനുസ് ചതിച്ചൊന്നുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ചൈനയെ കൈവെടിയുന്നത് വലിയ സുഖകരമായ അവസ്ഥ അല്ല ഉണ്ടാക്കുകയെന്ന് യൂനുസ് മനസ്സിലാക്കുകയാണ്. കാരണം തീരെ പൈസ ഇല്ല, എക്സ്പോർട്ടൊന്നും പഴയ പോലെ നടക്കുന്നില്ല. ചെയ്യുന്ന എക്സ്പോർട്ടിന് വൻ തീരുവയും അമേരിക്ക ചുമത്തി. അമേരിക്കയിലേക്കാണ് അവരും എക്സ്പോർട്ട് ചെയ്തിരുന്നത്, സാധാരണ തുണിത്തരങ്ങൾ അതുപോലുള്ള മറ്റുള്ള ഉപകരണങ്ങളും ഒക്കെ. നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് യുദ്ധോപകരണങ്ങൾ വരെ കയറ്റി അയക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്കയിലേക്ക് മാത്രമൊന്നുമല്ല. എന്തായാലും ശരി, ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ചൈന ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ഗുണമാണെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഷെയ്ഖ് ഹസീന തിരിച്ചു വരികയാണെങ്കിൽ എല്ലാം എറിഞ്ഞു ഓടേണ്ടി വരും മറ്റവന്മാർ. കാരണം പട്ടാളം മേധാവി എന്ത് തീരുമാനം എടുക്കുക എന്നറിയാൻ പറ്റില്ല. അവരങ്ങനെ കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂനുസിനെ ഇനിയിങ്ങനെ പിന്നെ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ കെട്ടിപ്പൊറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനേക്കാൾ ചിന്താധാരയും ഭാവന അത് മാർഗദർശിയുമായിട്ടുള്ള ഈ ഷെയ്ഖ് ഹസീനാനെ തന്നെ കൊണ്ടുവന്നിട്ട് ഭരണം ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരു അട്ടിമറി അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനും നന്ദി. ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് വളരെ നിർബന്ധമാണ്. അതും നിങ്ങൾ ചെയ്യും, ലൈക്ക് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.